ജീവിതം മാത്രമല്ല ഭർത്താവിന് ജീവൻ കൂടി പകുത്ത് നൽകുകയായിരുന്നു ഷേർലി. വൃക്ക മാറ്റിവെച്ചേ മതിയാവൂ എന്ന ഡോക്ടർമാർ വിധിയെഴുതിയ ഘട്ടത്തിൽ അതിന് തയ്യാറെടുത്ത് പാപ്പച്ചന് ഒപ്പം ചേരുകയായിരുന്നു ഭാര്യ. തൊണ്ണൂറുകളുടെ ആരംഭം, അവിചാരിതമായ കൂടിക്കാഴ്ച, അതിനിടയിൽ രൂപപ്പെട്ട സൗഹൃദം, ഇഷ്ടം, പിന്നീട് വിവാഹം. ബന്ധത്തിൽ അന്നത്തോളം തന്നെ പൂവിട്ട് നിൽക്കുന്ന പ്രണയമാണ് വൃക്കദാനത്തിന് വേഗം പകർന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ സൗഹൃദമുണ്ടായിട്ടും ഞാൻ ഷേർലി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തുറന്നു പറയാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടായത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകളെ ഒന്നും വലിയ കാര്യമായിട്ട് ആക്കാറ് പതിവില്ല. പക്ഷേ എനിക്കെന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സൗഹൃദങ്ങളാണ് എൻ്റെ ഈ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എൻ്റെ ഭാര്യയുടെ കിഡ്നി തരാം എന്ന് എൻ്റെ ഭാര്യ തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ 16 വർഷം നീണ്ട ഘട്ടത്തിൽ 2012 സെപ്റ്റംബർ 9 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. വൃക്കകളിൽ ഒന്ന് പൂർണ്ണമായി പ്രവർത്തനം നിലയ്ക്കുകയും മറ്റൊന്നിന്റെ പ്രവർത്തനം 75% ചുരുങ്ങുകയും ചെയ്ത ഘട്ടത്തിൽ ഷേർലിയുടെ തീരുമാനത്തോടൊപ്പം കുടുംബാംഗങ്ങളും ചേർന്നു. ആദ്യം ഒരു പേടിയായിരുന്നു. പിന്നെ അവിടെ ഇന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു പേടിക്കണ്ട, എല്ലാവരും കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. കുടുംബാംഗങ്ങൾ സഹകരിച്ചു. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുള്ള KS പാപ്പച്ചൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്നു. ബൈപ്പാസ് ശസ്ത്രക്രിയ, മൂത്ത മകന്റെ അപകടമരണം എന്നിങ്ങനെ ജീവിത പ്രയാസങ്ങൾ പലതു വന്നപ്പോഴും ബന്ധത്തിലെ ഇഴയടപ്പം കൊണ്ട് അതിനെയെല്ലാം ഈ ദമ്പതികൾ മറികടക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ചിലപ്പോൾ പറയാറില്ലേ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതൊരു പ്രണയബന്ധം മാത്രമല്ല എന്ന്. ഇപ്പം നോക്ക്, ആ ബന്ധം എങ്ങനെയൊക്കെയാണെന്ന്. ആത്മാവും തമ്മിലുള്ള ബന്ധം പോലെയായി മാറിയല്ലേ. ഒരു അവയവം ഭർത്താവിന് പകുത്ത് നൽകുക, ആ പ്രണയം എല്ലാ കാലവും അങ്ങനെ തന്നെ നിലനിൽക്കുക. ആ ആരോഗ്യത്തോടെ മുന്നോട്ട് പോട്ടെ രണ്ടാളും. എല്ലാ ഭാവങ്ങളും നേരുകയാണ്.